ചെയ്തുപോയ തെറ്റുകൾക്ക് നമ്മൾ എപ്പോഴാണ് പശ്ചാത്തപിക്കേണ്ടത്? ഒരു മത ആചാര്യന്റെ ശിഷ്യൻ ചോദിച്ച ചോദ്യമാണ്. ആ ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നമ്മൾ മരിക്കുന്നതിൻ്റെ തലേദിവസം. ആ ശിഷ്യൻ വീണ്ടും ചോദിച്ചു, പക്ഷെ നാം മരിക്കുന്നത് എപ്പോഴാണെന്ന് എങ്ങനെയാണ് അറിയുക? ഇതിന് ഗുരുവിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു: നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാം എപ്പോഴും സ്വന്തം തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപമുള്ളവരായിരിക്കണം. ഒരിക്കൽ ധൂർത്തപുത്രനായ ഒരു രാജകുമാരൻ തൻ്റെ പിതാവിനെ ഉപേക്ഷിച്ച് ഒരു കൂട്ടുകാരൻ്റെ കൂടെ അന്യനാട്ടിലേക്ക് യാത്ര പോയി. 100 ദിവസം നീണ്ടുനിന്ന ആ യാത്രയുടെ അവസാനം ആ കൂട്ടുകാരൻ രാജകുമാരനോട് പറഞ്ഞു, നീ ഇനിയും നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണം. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അതിന് സാധിക്കില്ല. കാരണം എൻ്റെ പിതാവ് അത്രയധികം അകലെയാണ് എന്നിൽ നിന്നും. കുറച്ച് നാളുകൾക്ക് ശേഷം രാജാവിൻ്റെ ഒരു ഭൃത്യൻ രാജകുമാരനെ അന്വേഷിച്ചു. അവസാനം തന്നെ കണ്ടെത്തിയ ശേഷം പിതാവ് രാജകുമാരന് നൽകുവാനുള്ള ആ സന്ദേശം അദ്ദേഹം അറിയിച്ചു. രാജകുമാരൻ, താങ്കൾക്ക് മടങ്ങി വരുവാൻ കഴിയുന്നിടത്തോളം നീ മടങ്ങി വരിക. ബാക്കി വഴി ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോന്നുകൊള്ളാം. ആ കഥയുടെ അവസാനം ദൈവത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്: നീ എന്നിലേക്ക് മടങ്ങുക, അപ്പോൾ ഞാൻ നിന്നിലേക്കും മടങ്ങും. പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു മടക്കയാത്രയാണ് പശ്ചാത്താപം. പാപത്തെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ അനുതാപം ദൈവരാജ്യത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറന്നു തരുന്നു എന്നതിൽ സംശയമില്ല. അനുതപിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം ഒരിക്കലും കൈവിടുകയില്ല. യേശു പാപിനിയായ സ്ത്രീയോട് ക്ഷമിച്ചതും തൻ്റെ ഒരു വശത്ത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട അനുതപിച്ച കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്തതും അനുതാപത്തിൻ്റെ വില നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ പശ്ചാത്താപം ഒരിക്കലും മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കം മാത്രമായിരിക്കരുത്. അത് ജീവിപ്പിക്കുവാൻ നമ്മെ സജ്ജമാക്കുന്ന മനസ്താപമായിരിക്കണം. ദുഷ്പ്രവൃത്തിയിൽ നിന്ന് അകന്നിരിക്കുന്ന മാത്രമല്ല, മറിച്ച് വിശുദ്ധിയിൽ വളരുവാൻ കൂടി നാം തയ്യാറാകണം. പഴയ നിയമകാലത്ത് യഹൂദന്മാർ അവരുടെ പശ്ചാത്താപത്തിൻ്റെ പ്രകടനമായി വസ്ത്രം കീറുന്നതും ദേഹത്ത് ചാരം വാരി വിതറുന്നതും ഒക്കെയായിരുന്നു. രട്ടിലും വെണ്ണീറിലുമൊക്കെ അവർ ഇരിക്കുമായിരുന്നു. എന്നാൽ യോവേൽ പ്രവാചകൻ വഴി ദൈവം പറയുന്നത്, വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവീൻ. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്നാണ്. തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്നതാണെങ്കിൽ അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കും. യഥാർത്ഥമായ മാനസാന്തരം നമ്മെ പാപമാർഗത്തിൽ നിന്നും അകന്ന് നിൽക്കുവാൻ സഹായിക്കുന്നതോടൊപ്പം വിശുദ്ധിയുടെ വഴിയിലൂടെ നാം ഏറെ മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നു. ഇത് നമ്മുടെ ശക്തി കൊണ്ടല്ല, കാരണം പശ്ചാത്തപിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ച് നടത്താൻ ദൈവം നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതുകൊണ്ടാണ്. ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ പലതും ദൈവത്തിൽ സമർപ്പിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.